ICCയിൽ കേരളത്തിൻ്റെ 2ാം സ്ഥാനത്തെത്താം. അതെങ്ങനെയായിരിക്കും എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചോദിക്കുന്നത്. അത് നടക്കണമെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ സംഭവിക്കണം. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം CCLലാകെ 4 മാച്ചേ ഉള്ളൂ. അതിലാദ്യം കളിച്ച 2 മാച്ചും കേരള സ്ട്രൈക്കേഴ്സ് തോറ്റു. അത് നമ്മുടെ സെമിഫൈനൽസ് ആയത് തന്നെ അവസാനിച്ചു എന്ന് നമ്മളെല്ലാവരും വിചാരിച്ചു. പക്ഷേ അവസാന മാച്ച് തെലുങ്കു വാരിയേഴ്സിനെതിരെയുള്ള മാച്ച് അവിശ്വസിന് വിജയം നമ്മൾ നേടിയെടുത്തു. സോ ഇപ്പോൾ കേരള സ്ട്രൈക്കേഴ്സിന് 2ാം സ്ഥാനത്തെത്താൻ ഒരു ചാൻസ് ഉണ്ട്. അത് ചെറിയൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിന് കുറേ അധികം കാര്യങ്ങൾ സംഭവിക്കണം. അതിലാദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ള ടീമുകളുടെ റിസൾട്ടുകളാണ്. ബംഗാൾ ടൈഗേഴ്സ് ഇനിയുള്ള 2 കളികളിലും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പോയിന്റ് 2 പോയിന്റിൽ തന്നെ നിൽക്കും. ഇനി മുംബൈ ഹീറോസ് പരാജയപ്പെടുന്ന നോക്കുക, അവരുടെ പോയിന്റ് 4 പോയിന്റിൽ തന്നെ നിൽക്കും. അതുപോലെ തന്നെ തെലുങ്കു വാരീസ് പരാജയപ്പെട്ടാലും അവരുടെ പോയിന്റ് 4 പോയിന്റിൽ തന്നെ നിൽക്കും. ഇതിൽ മുംബൈ ഹീറോസിനും തെലുങ്കു വാരീസിനും ഓരോ മാച്ച് വീതവും ബംഗാൾ ടൈഗേഴ്സിന് 2 മാച്ചും ഉണ്ട്. ഇതൊക്കെ സംഭവിച്ചിട്ട് കേരള സ്ട്രൈക്കേഴ്സ് ചെന്നൈ റൈനോസിനെ ഒരു 50 റൺസിന് മുകളിലെങ്കിലും പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ കേരള സ്ട്രൈക്കേഴ്സിന് CCLന്റെ പോയിന്റ് ടേബിൾ 2ാം സ്ഥാനത്തേക്ക് എത്താം. 2ാം സ്ഥാനത്തെത്തി കഴിഞ്ഞാൽ നമുക്ക് ക്വാളിഫയർ കളിക്കാൻ പറ്റും. ക്വാളിഫൈസ് കളിച്ച് കഴിഞ്ഞാൽ ക്വാളിഫൈസ് വിജയിക്കുന്നവർക്ക് ഡയറക്റ്റ് ഫൈനലിലേക്ക് കയറാം. പരാജയപ്പെട്ടാൽ പോലും നമ്മൾ പുറത്താകുന്നില്ല. നമുക്ക് ക്വാളിഫയർ 2 കളിക്കാൻ സാധിക്കും. ക്വാളിഫയർ 2 കളിക്കുന്നത് എലിമിനേറ്റർ വിജയിച്ചു വരുന്ന ഒരു ടീം, അതായത് 3-4 സ്ഥാനത്തേക്കുന്ന ടീമുകളാണ് എലിമിനേറ്റർ കളിക്കുന്നത്. അത് വിജയിച്ചു വരുന്ന ടീമും അതുപോലെ തന്നെ ഒരു ക്വാളിഫയർ 1 വിജയിച്ചു വരുന്ന ടീമാണ് ക്വാളിഫയർ 2 കളിക്കുന്നത്. സോ അതിൽ ജയിക്കുന്നവരാണ് ഫൈനലിൽ പോകുന്നത്. സോ ഇപ്പോൾ നമുക്ക് പേപ്പറിൽ ഡയറക്റ്റ് ക്വാളിഫയർ വരെ കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കളി കാണേണ്ടത് പഞ്ചാബ് ദർശറിൻ്റെയാണ്. അവരുടെ കയ്യിലാണ് നമ്മുടെ സെമീസ് ആയത് മൊത്തം ഇരിക്കുന്നത്. നമ്മൾ ജയിക്കണം, അത് മറ്റൊരു കാര്യം. നമ്മൾ ഒരു കളി ജയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഹൈപ്പ് കയറ്റി വിടുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കുറേ ഇടത്ത് കേരള സ്ട്രൈക്കേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ തന്നെയുണ്ട്. പക്ഷേ നമ്മൾ പഞ്ചാബ് ദർശറിൻ്റെ കളി, അതായത് അവർ വിജയിക്കണം 2 കളിയും. അവരുടെ ഒരു കളി മുംബൈയുമായിട്ടുണ്ട്, അതുപോലെ ബംഗാൾ ടൈഗേഴ്സുമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കളിയെങ്കിലും അവർ വിജയിച്ചിരിക്കണം, അതായത് മുംബൈയുമായിട്ടുള്ള കളിയെങ്കിലും അവർ വിജയിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു സാധ്യതയുള്ളൂ. പിന്നെ നമ്മുടെ കർണാടകയും തെലുങ്കും കൂടെ ഒരു കളിയുണ്ട്. കർണാടക ഇപ്പോഴത്തെ ഫോം വെച്ച് അവർക്ക് ജയിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ആ ഒരു മാച്ചാണ് അവരൊരു സില്ലി മൂടി കളിച്ച് കഴിഞ്ഞാൽ അതും പരാജയപ്പെടാൻ ചിലപ്പോൾ ആ റിസൾട്ട് നമുക്ക് അനുകൂലമാകണമെന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ക്വാളിഫയർ 2 വരെ കളിക്കാൻ സാധിക്കും. ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ, അതായത് ബംഗാൾ ടൈഗേഴ്സ് 2 മാച്ച് വിജയിക്കുന്നു, തെലുങ്കു വാരീസ് അടുത്ത മാച്ച് വിജയിക്കുന്നു, അതുപോലെ തന്നെ മുംബൈ ഹീറോസ് അടുത്ത മാച്ച് വിജയിക്കുന്നു. പിന്നെ നമ്മൾ ഈ ഒരു മാച്ച് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അതിന് മുമ്പ് നമ്മൾ പുറത്താകുക. ഈ ഒരു സെമി ഫൈനലിലെ, അതായത് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ സാധ്യതകളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. സോ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൂലായിട്ടെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.